ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ RRB ഗ്രൂപ്പ് ഡി അവസാനമായിട്ട് നടന്നപ്പോൾ അതിലെ വ്യത്യസ്തമായ ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 9 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 250 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി കാണാം. നമ്മൾ ചുമ്മാ ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെ വായിച്ച് തത്തമേ പൂച്ച ലൈനിൽ പോലെ ഓരോ ചോദ്യവും എടുത്ത് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 250 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1000-ഓളം ചോദ്യങ്ങൾ പഠിച്ചതിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള academies.online.com അവൈലബിൾ ആണ്. കംപ്ലീറ്റ് പാക്കേജിന് 4700 rupees ആണ് ഫീ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ആവശ്യമില്ല, നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സിന് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. എല്ലാത്തിൻ്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം തന്നെയാണ്. എക്സാം വരെ അല്ലെങ്കിൽ 6 മാസത്തെ ഒരു വർഷത്തെ പരിപാടിയല്ല. എല്ലാം നിങ്ങൾ ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ RRB SSC പരീക്ഷകൾക്കും എന്ത് ചെയ്യുന്നതാണ്, ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള കോഴ്സുകളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുന്നവരെ, നിങ്ങൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിലോട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ RRB ഗ്രൂപ്പ് ഡിയുടെ എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വട്ടം നടന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു PDF നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 250 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുകയാണ്. 251ാമത്തെ ചോദ്യം, ദ എനർജി യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ. നമ്മൾ വീടുകളിൽ അതുപോലെ വ്യവസായങ്ങളിൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിലൊക്കെ യൂസ് ചെയ്യുന്ന എനർജി നമ്മൾ എന്തിലാണ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി മീറ്റർ ഒക്കെ ഇല്ലേ, അതിലെല്ലാം ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനുള്ളതിന് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഉത്തരം? അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിലോ വാട്ട് അവർ ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. 252ാമത്തെ ചോദ്യം, ദ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആൻ ആറ്റം വാസ് ഡിസ്കവേർഡ് ബൈ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയർ മോഡൽ ഡിസ്കവർ ചെയ്തത് ആരാണ്, കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറേ മോഡൽസ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ 1-2 മോഡലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ന്യൂക്ലിയർ മോഡൽ ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞത് RRR എന്ന് ഓർക്കാനാണ് പറഞ്ഞത് അല്ലെ. ന്യൂക്ലിയറിൽ 6 അല്ലെങ്കിൽ സോളാറിൽ 6. ന്യൂക്ലിയറിന്റെ മറ്റൊരു പേരാണ് സോളാർ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് ആരാണ്, റൂദർഫോർഡ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ സോളാർ മോഡൽ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പക്ഷേ കഴിഞ്ഞില്ല, അതിന് മുമ്പും വേറെയും മോഡൽസ് വന്നിട്ടുണ്ട് അല്ലേ. അതിനെ ബേസ് ചെയ്തും ചോദിക്കാറുള്ളതാണ്. പ്ലം പുഡിംഗ് മോഡൽ, ഒരു പുഡിംഗിൽ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ പ്ലം കേക്ക് ആലോചിച്ചാൽ മതി. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിയും സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നത് പോലെ ബാക്കിയെല്ലാം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണെന്ന് സജസ്റ്റ് ചെയ്ത്, പ്ലം പുഡിംഗ് കേക്ക് എന്നാണ് ഞാൻ എഴുതി വെച്ചത്, അതല്ല പ്ലം പുഡിംഗ് മോഡലാണ് കേട്ടോ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ സജസ്റ്റ് ചെയ്ത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്, അത് JJ തോംസൺ ആണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം വാസ് ഡിസ്കവേർഡ് ബൈ, അല്ലെങ്കിൽ ഹൂ പ്രപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കഴിഞ്ഞില്ല, ഷെൽ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഷെൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് നീൽസ് ബോർ ആണ് എന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ 3 മോഡലുകൾ നമ്മൾ പഠിച്ചു ആറ്റത്തിന്റെ. ആദ്യം പറഞ്ഞത് ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ സോളാർ മോഡൽ റൂദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ JJ തോംസൺ ആണ്. ഷെൽ മോഡൽ ആരാണ്, നീൽസ് ബോർ ആണെന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ന്യൂക്ലിയർ, സോളാർ, റൂദർഫോർഡ് അല്ലേ. സെറ്റ് അല്ലേ, സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം 253ാമത്തെ ചോദ്യം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കണ്ടുപിടിച്ചത് ആരാണ്, അത് മറ്റാരുമല്ല, അത് നിക്കോള ടെസ്ലയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് അല്ലേ. അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്, അതുകൊണ്ടാണ് എന്തിരിക്കുന്നത്, അങ്ങനെ ഒരു പേര് അതിന് ഇട്ടിരിക്കുന്നത്. 254ാമത്തെ ചോദ്യം, നെയിം ദ ഡക്ട് ദാറ്റ് അറൈസസ് ഫ്രം ദ ടെസ്റ്റിസ് ഓഫ് എ മെയിൽ. ഒരു പുരുഷന്റെ ടെസ്റ്റിസിൽ നിന്നും, വൃഷ്ണങ്ങളിൽ നിന്നും അറൈസ് ചെയ്യുന്ന ആ ഡക്ട്, അവിടെ നിന്ന് പുറപ്പെടുന്ന ഡക്ട്, ആൻഡ് ഗോസ് അപ്പ് ഇൻ ടു ദ ബോഡി ക്യാരിയിങ് സ്പെർമറ്റോസോവ. എന്നിട്ട് ശരീരത്തിലേക്ക് സ്പെർമും ക്യാരി ചെയ്തു പോകുന്ന, ശരീരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് സ്പെർമും ക്യാരി ചെയ്തു പോകുന്ന ഭാഗം ഏതാണ്, എന്താണ് ആ ഡക്റ്റിന്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ്. ആ ഡക്റ്റിന്റെ പേരെന്താണ്, വാസ് ഡിഫറൻസ് എന്നാണ്. എന്താണ് ഈ വാസ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ദ മെച്യൂർ സ്പെർം ടു ദ യുറേത്ര ഇൻ പ്രിപ്പറേഷൻ ഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷൻ റെഡി ആവുന്ന
സ്പേമിനെ യുറീത്രയിലോട്ട് എത്തിക്കുക. അല്ലെ, യുറീത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഡക്റ്റാണ്. ഇത് എന്തിനുള്ളതാണ്? യൂറിനായാലും സ്പേമിനായാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കോമൺ പാസേജ് ആണ് ഏതെന്ന് പറയുന്നത് യുറീത്ര എന്ന് പറയുന്നത്. അതേസമയം ടെസ്റ്റിസിൽ നിന്നും, ടെസ്റ്റിസിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അതിൽ ആർക്കും യാതൊരു സംശയമില്ലല്ലോ, ടെസ്റ്റിസിലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേമിനെ വാസ് ഡിഫറൻസ് വഴിയാണ് എങ്ങോട്ട് എത്തുന്നത്? അത് യുറീത്രയിലോട്ട് എത്തുന്നത്. നമ്മളോട് ചോദിച്ചത് അതല്ലേ, അതായത് ടെസ്റ്റിസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേം യുറീത്രയിലോട്ട് എത്തിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ റെഡിയാക്കുന്ന ഇതിലോട്ട് എത്തുന്ന ആരാണ്? അതിനുള്ളൊരു പൈപ്പ് വർക്കാണ് ഇതെന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ നാട്ടിൽ പൈപ്പൊക്കെ കണക്ഷൻ കൊടുക്കുന്ന പോലെ ടെസ്റ്റിസിൽ നിന്നും പോയിട്ടുള്ളൊരു പൈപ്പാണ് ഇതെന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. വാസ് ഡിഫറൻസിലൂടെ എങ്ങോട്ട് വരുന്നു? യുറീത്രയിലോട്ട് വരുന്നു. യുറീത്ര എന്താണ്? യൂറിനും സ്പേമിനുള്ള ഒരു കോമൺ പാസേജ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്? വാസ് ഡിഫറൻസ് എന്നാണ്. 255ാമത്തെ ചോദ്യം, ടെറിഡോഫൈറ്റ്സ് ഡു നോട്ട് പൊസസ്. ടെറിഡോഫൈറ്റ്സിന് എന്തില്ല എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ബ്രയോഫൈറ്റ്, തലോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ആൻജിയോസ്പേം, ജിംനോസ്പേം എന്നൊക്കെ നമ്മൾ പ്ലാൻ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കേട്ടു പേടിക്കേണ്ട. അതിൽ ടെറിഡോഫൈറ്റിയെ പറ്റി മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിൽ വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഫേൺസ് നമ്മുടെ മനസ്സിൽ വരണം. അല്ലെ, നമ്മുടെ ഈ മതിലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ മോയ്സ്ചർ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫേൺസ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചെടികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫേൺസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫൗണ്ട് ഇൻ വെറ്റ് ഷെയ്ഡി പ്ലേസസ്, തണലുള്ള ഈർപ്പമുള്ള സ്ഥലങ്ങൾ, അതുപോലെ കാടുകളിലും മലകളിലും ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്? ഇത് കാണാറുള്ളത്. റൂട്ടായിട്ടും സ്റ്റെമ്മായിട്ടും ലീവ്സ് ആയിട്ടും എന്തുണ്ട്? ഇവർക്ക് സെപ്പറേഷൻ ഉണ്ട്. റൂട്ടുകളുണ്ട്, സ്റ്റെം നിങ്ങൾക്ക് കാണാം, അതുപോലെ ലീവ്സ് ഉണ്ട്. പക്ഷെ എന്തില്ല? ദേ ഡോണ്ട് ഹാവ് ഫ്ലവേഴ്സ്. സാധാരണ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? അതിന്റെ പുഷ്പത്തിലാണ് വരുന്നത്, അതിന്റെ പൂവിലാണ് വരുന്നത്. അല്ലെ, പുഷ്പം എന്ന് പറയുന്നില്ല, പൂ മതിയായിരുന്നു, പോട്ടെ, അതിന്റെ പൂവിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ പൂവില്ല, ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ ടെറിഡോഫൈറ്റ റീപ്രൊഡക്ഷൻ ഈസ് കാരിഡ് ഔട്ട് ത്രൂ അല്ലെങ്കിൽ കാരിഡ് ഔട്ട് ബൈ എന്ന് ചോദിക്കാറുണ്ട്. സ്പോർസ് ആണ് നമ്മൾ പറയാം. ഈ താഴെ കാണുന്നത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ സ്പോർസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെറിയ 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 ഡസ്റ്റ് ഉണ്ടാവും. ആ ഡസ്റ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫേൺസും അസോളയൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ടെറിഡോഫൈറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഇല്ല, അവരുടെ റീപ്രൊഡക്ഷൻ എന്തിലൂടെയാണ്? സ്പോർസിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു, ഡയറക്റ്റ് ആയിരുന്നു. ടെറിഡോഫൈറ്റ്സ് ഡു നോട്ട് പൊസസ്. ടെറിഡോഫൈറ്റ്സിന് ഇല്ലാത്ത എന്താണ്? ഫ്ലവേഴ്സ് ആണ് ടെറിഡോഫൈറ്റ്സിന് ഇല്ലാത്തത്. 5 ചോദ്യങ്ങളും കൂടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കിട്ടിയില്ലേ? ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഇലക്ട്രിസിറ്റിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയർ മോഡൽ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അത് വേണമെങ്കിൽ പ്ലം പുഡിംഗ് പി എന്ന് എടുത്തു കഴിഞ്ഞാൽ ജെ എന്ന് ഓർത്തിരിക്കട്ടെ. പി ജെ ഞാൻ അങ്ങനെയാണ് അത് ഓർത്ത് വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അത് മാറിപ്പോയില്ല. ഷെൽ മോഡൽ കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആണ്. അതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് കണ്ടുപിടിച്ചത് ആരാണ്? അത് നിക്കോള ടെസ്ലയാണ്. പിന്നെ ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേം യുറീത്രയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പുരുഷനിലുള്ള ഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റ്സ് ഫേൺസ് ആണ്. അവർക്ക് എന്തില്ല? ഫ്ലവേഴ്സ് ഇല്ല. ദേ റീപ്രൊഡ്യൂസ് ത്രൂ സ്പോർസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവര് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ 5 ചോദ്യങ്ങൾ കിട്ടിയില്ലേ? നമ്മുടെ അടുത്തിലോട്ട് പോകാലോ. നമ്മുടെ അടുത്ത ചോദ്യം 256ാമത്തെ ചോദ്യം, ഷിപ്പ് യൂസസ് എക്കോ ലൊക്കേഷൻ ടു മെഷർ ദ ഡാഷ് ഓഫ് ദ സീ. കടലിന്റെ ആഴം അളക്കാനായിട്ട് ഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് എന്തളക്കാനായിട്ടാണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കടലിന്റെ ആഴം അളക്കാനായിട്ടാണ്. അല്ലെ, എല്ലാവർക്കും നമുക്ക് അറിയുന്നതാണ്. അത് ആഴോട്ട് വിടുന്നു, അവിടെ തട്ടി തിരിച്ചു വരാനുള്ള ടൈം എടുക്കുന്നു. അതിനെ ബേസ് ചെയ്ത് സോണാറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത് പോയി തട്ടിയെടുക്കാൻ വന്ന സമയത്തിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കടലിന്റെ ആഴം കണക്കാക്കുന്നു. സോ ഡെപ്ത് ഓഫ് ദ സീ അളക്കാനാണ് എന്ത് ചെയ്യുന്നത്? എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. 257 ദ നെറ്റ് ഫോഴ്സ് റിക്വയർഡ് ടു കീപ്പ് എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു വസ്തുവിനെ യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കാനായിട്ട് വേണ്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ദ എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സർക്കുലർ മോഷൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന് 2 ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഡെഫിനിഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണ്. ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി സെന്ററിലോട്ട്, അല്ലെ, സെൻട്രിപീറ്റൽ ടുവേർഡ്സ് ദ സെന്റർ, സെൻട്രിഫ്യൂഗൽ എവേ ഫ്രം ദ സെന്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രിപീറ്റൽ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദ സെന്റർ ആണ്. ആ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന് സെന്ററിലോട്ട് വരാനുള്ള ആ ഒരു ഫോഴ്സ്, ആ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സർക്കുലർ മോഷൻ ഓഫ് ദ ബോഡി ഈസ് ഓൾസോ കാൾഡ് എന്താണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് ചോദിച്ചത്. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരു കറങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു ബോഡിക്ക് വേണ്ട ഫോഴ്സ് ഏതാണ്? അത് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. 258ാമത്തെ ചോദ്യം, പ്ലാന്റ് ടിഷ്യൂസ് ആർ ഓഫ് 2 മെയിൻ ടൈപ്സ് ഡാഷ് ആൻഡ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്ലാന്റ് ടിഷ്യൂസിനെ പ്രധാനമായും രണ്ടായിട്ടാണ് പ്രധാനമായും തിരിച്ചിരിക്കുന്നത്. മെറിസ്റ്റമാറ്റിക് സെൽസ്, ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ് തൊട്ട് ഇടുന്ന ഗ്രാഫാണ് കേട്ടോ. അതിന് എത്ര ചോദ്യങ്ങൾ, സോറി ഗ്രാഫ് അല്ല, ഈ ഡയഗ്രാം, എത്ര ചോദ്യങ്ങൾ ഓൾറെഡി വന്നിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. മെറിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൽസ്, പെർമനന്റ് സെൽസ് എന്ത് ചെയ്യാത്തത്, ഡിവൈഡ് ചെയ്യാത്ത സെൽസ്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് പെർമനന്റ് ടിഷ്യൂസ്. പ്ലാന്റ് ടിഷ്യൂസിനെ പ്രധാനമായും തിരിച്ചിരിക്കുന്നത് പെർമനന്റ് ടിഷ്യൂസ് ആൻഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പെർമനന്റും മെരിസ്റ്റമാറ്റിക്കും. ഇതിൽ പെർമനന്റിന്റെ മെരിസ്റ്റമാറ്റിക്കിന്റെ താഴെയാണ് അപ്പിക്കൽ മെറിസ്റ്റും ഇന്റർകാലറി മെറിസ്റ്റും ലാറ്ററൽ മെറിസ്റ്റും വരുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സെൽസിന്റെ താഴെയാണ് അപ്പിക്കലും ഇന്റർകാലറിയും ലാറ്ററലും വരുന്നത്. ഡിവൈഡ് ചെയ്യാത്ത സെൽസിലാണ് സിമ്പിളും കോംപ്ലക്സും വരുന്നത്. അതിൽ കോംപ്ലക്സിലാണ് നമ്മുടെ സൈലും ഫ്ലോയും വരുന്നത്. അതേസമയം സിമ്പിളിലാണ് ഇത് വരുന്നത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ എന്നുള്ളത് വരുന്ന ഇതിലാണ്, സിമ്പിളിലാണ്. ഓരോന്നിനും ഫംഗ്ഷൻ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം ഓൾറെഡി അത് കുറെ തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്ലാന്റ് ടിഷ്യൂസ് രണ്ടെണ്ണം പെർമനന്റും മെരിസ്റ്റമാറ്റിക്കും. 259ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് വാഷിംഗ് സോഡ? വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോഡിയം കാർബണേറ്റ് ഈസ് വാഷിംഗ് സോഡ ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ഈസ് ബേക്കിംഗ് സോഡ. എന്താണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? Na2CO3.10H2O. സോഡിയം കാർബണേറ്റ് ഡെക്ക ഹൈഡ്രേറ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചിലയിടത്തെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സോറി തൊണ്ട അടഞ്ഞു പോകുന്നു, കുറച്ചുകൂടി കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് എന്താ സോഡിയം കാർബണേറ്റ് എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറയാറുണ്ട്. 260ാമത്തെ ചോദ്യം, ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഓൺ എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്താണ് തരികയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ ടാൻ എടുക്കുന്നതാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എപ്പോഴും തരുന്നത് എന്താണ്, ആക്സിലറേഷൻ ആണ്. ടൈം എപ്പോഴും ഹൊറിസോണ്ടൽ ആക്സിസിൽ പോവും, വെലോസിറ്റി എപ്പോഴും വൈ ആക്സിസിൽ അല്ലെ വെർട്ടിക്കൽ ആക്സിസിൽ പോവും. എന്നിട്ട് നമ്മൾ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. അത് അങ്ങനെ തന്നെ പഠിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ആദ്യത്തെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വിൽ ഗീവ് us ആക്സിലറേഷൻ. ഇപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങളും കുറച്ച് എക്സ്ട്രാ ഫാക്സും കിട്ടിയില്ലേ. ഷിപ്പ് എക്കോ ലൊക്കേഷൻ യൂസ് ചെയ്യുന്ന സോണാറൊക്കെ വെച്ചിട്ട് കടലിന്റെ ആഴം അളക്കാനായിട്ടാണ്. ഒരു ബോഡിനെ യൂണിഫോം സർക്കുലർ മോഷനിൽ കണ്ടിന്യൂ ചെയ്യിക്കാനായിട്ട് വേണ്ട നെറ്റ് ഫോഴ്സിനെ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നു. പ്ലാന്റ് ടിഷ്യൂസിനെ പ്രധാനമായും പെർമനന്റ് എന്നും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് സോഡയുടെ ശാസ്ത്രീയ നാമം സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഫോർമുല Na2CO310H2O ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരുന്നു, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ആക്സിലറേഷൻ തരുന്നു. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം 261ാമത്തെ ചോദ്യം, സൈറ്റൺ ഈസ് ഓൾസോ കോൾഡ്. സൈറ്റൺ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സൈറ്റൺ ഈസ് ഓൾസോ കോൾഡ് സെൽ ബോഡി. സൈറ്റൺ എന്ന് പറയുന്നത് സെൽ ബോഡി തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഈ സൈറ്റണും സെൽ ബോഡിയും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ് അല്ലെ. ന്യൂക്ലിയസ് നടുക്കുണ്ട്, ഇങ്ങനെ ഇത് അടുത്ത ന്യൂറോണായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു സ്പൈനൽ കോഡ് പോലെ അതിന്റെ ഒരു സ്ട്രക്ചർ ആണ്, ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ആണ് ഇതെന്ന് പറയുന്നത്. ചുറ്റും ഷീത്തുകളുണ്ട് അല്ലെ, നെർവ് ഫൈബർ ഉണ്ട്, ആക്സോൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. ഇതിൽ സെൽ ബോഡി ആയാലും സൈറ്റൺ ആയാലും എന്ത് തന്നെയാണ്, ഒറ്റ പേര് തന്നെയാണ്. പ്രത്യേകിച്ച് എന്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നുമില്ല. 262 നോബിൾ ഗ്യാസസ് ആർ പ്രസന്റ് ഇൻ ദ ഡാഷ് ഗ്രൂപ്പ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു പണിയായിട്ട് തരികയാണ്, കാരണം ഇത് പലപ്പോഴും നമ്മൾ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. നോബിൾ ഗ്യാസസ് ഏത് ഗ്രൂപ്പിലാണ് കാണുന്നത് എന്ന് എന്ത് ചെയ്യുക, എനിക്ക് താഴെ പറഞ്ഞിരിക്കുക. 263 നിക്രോം ഈസ് ആൻ അലോയ് ഓഫ്. പെട്ടെന്ന് ചൂടാവേണ്ടുന്നല്ലേ, നമ്മുടെ ഹീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അലോയ് ആണ് നിക്രോം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്, നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അലോയ് ആണ് ഏതെന്ന് പറയുന്നത്, നിക്രോം എന്ന് പറയുന്നത്. അലോയ് എന്ന് പറയുമ്പോൾ എന്താ അറിയാലോ, ലോഹസങ്കരം, ഒന്നോ അതിലധികമോ മെറ്റൽസ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത് നിക്രോം. ഒന്നല്ല, രണ്ടോ അതിലധികമോ മെറ്റൽസ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത് അലോയ് എന്ന് പറയുന്നത്. അടുത്തത് ഏരിയോളാർ ടിഷ്യൂ ഈസ് കൈൻഡ് ഓഫ് ഫില്ലർ ടിഷ്യൂ ഫൗണ്ട് ബിറ്റ്വീൻ. ഇത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു ഫില്ലർ ടിഷ്യൂ ആണ്. എവിടെയാണ് കാണുന്നത് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ത്വക്കിനും മസിൽസിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫില്ലർ ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഏരിയോളാർ ടിഷ്യൂ ഈസ് കൈൻഡ് ഓഫ് ഫില്ലർ ടിഷ്യൂ ഫൗണ്ട് ബിറ്റ്വീൻ സ്കിൻ ആൻഡ് മസിൽ. അടുത്ത ചോദ്യം 265ാമത്തെ ചോദ്യം, ദ സം ഓഫ് ദ KE ആൻഡ് PE, ദ സം ഓഫ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഇറ്റ്സ്
ME മെക്കാനിക്കൽ എനർജി. ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല എന്താണ്? mgh. ഇതിന് രണ്ടിനെയും സമ്മ് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നത്. അപ്പൊ സൈറ്റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോണിന്റെ സ്ട്രക്ചറിൽ സെൽ ബോഡി തന്നെയാണ്. നോബിൾ ഗ്യാസസ് ഏത് ഗ്രൂപ്പിലാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. നിക്രോം എന്ന് വെച്ചാൽ നിക്കലിന്റെയും ക്രോമത്തിന്റെയും ഒരു അലോയി ആണ്. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് സ്കിന്നിനും മസിലിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫില്ലർ ടിഷ്യൂ ആണ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടും. എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം 266ാമത്തെ ചോദ്യം. വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിനകത്ത് ഒരു ബോഡി എന്താ പറയുക മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാതിയായിട്ടോ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട്, അതിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. അതിന് എന്തുണ്ടാവും? ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അത് എത്ര വെള്ളമാണോ പുറത്ത് കളഞ്ഞത് അത്രയും എന്തുണ്ടാവും? അത്രയും ഒരു ഫോഴ്സിലുള്ള എന്തുണ്ടാവും? അതിൻ്റെ ഒരു അപ്വേർഡ് ഫോഴ്സ് അതിന് കിട്ടുന്നുണ്ടാവും. ഇത് ഏത് നിയമമാണ് പറയുന്നത് എന്നുള്ളതാ ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? ആർക്കിമിഡീസ് ലോ ആണ് ഏതെന്ന് പറയുന്നത്, ഈ നിയമം എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു നിയമമായാലും ഡെഫിനിഷൻ അതുപോലെ തന്നിട്ട് ഏത് നിയമമാണ് എന്ന് ചോദിക്കാറുള്ളത് എല്ലാ പരീക്ഷകളിലും ഒരു ട്രെൻഡാണ്. അപ്പൊ ആർക്കിമിഡീസ് ലോന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ഇതിനൊരു അപ്വേർഡ് ഫോഴ്സ് ഫീൽ ചെയ്യും വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അത് ഡിസ്പ്ലേസ് ചെയ്ത ആ ഒരു ഫ്ലൂയിഡിന് അതേ വെയിറ്റ് ഈക്വൽ ആയിട്ടുള്ള അപ്വേർഡ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക? കിട്ടാറുള്ളത്. ഏതാണ് നിയമം? ആർക്കിമിഡീസിന്റെ നിയമമാണ്. 267 ഹൗ മെനി ടെസ്റ്റിസ് ഡസ് ദ ഹ്യൂമൻ മെയിൽ പൊസസ്. ഒരു മനുഷ്യന് എത്ര വൃഷണുണ്ട്? ഒരു പുരുഷന് എത്ര വൃഷണുണ്ടെന്ന് ചോദിച്ചേക്കുന്നത് എല്ലാവർക്കും അറിയുന്ന എത്രണ്ണാണ്? 2 എണ്ണാണുള്ളത്. 2 ബോൾസ് ആണ് ഒരാൾക്കുള്ളത്. 268ാമത്തെ ചോദ്യം. ഡാഷ് മെറ്റൽ വിൽ മെൽറ്റ് ഇഫ് യു കീപ് ഇറ്റ് ഓൺ യുവർ ഹാൻഡ്. മെർക്കുറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. കാരണം മെർക്കുറി ഓൾറെഡി ലിക്വിഡ് മെറ്റൽ ആണ്. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ 37 ഡിഗ്രി സെൽഷ്യസിന്റെ അവിടെ എത്രയൊക്കെയോ വളരെ താഴെയാണ്. അപ്പൊ നമ്മുടെ ഊഷ്മാവിൽ പോലും എന്ത് ചെയ്യും? ഉരുകുന്ന ആ ഒരു മെറ്റലാണ് ഇതെന്ന് പറയുന്നത് ഗാലിയം എന്ന് പറയുന്നത്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് താഴെ എനിക്ക് അറിയുന്നവരൊന്ന് പറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെ, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. അപ്പോൾ കയ്യിൽ വെച്ചാൽ പോലും ഉരുകുന്ന മെറ്റലാണ് ഇതെന്ന് പറയുന്നത് ഗാലിയം എന്ന് പറയുന്നത്. 269 ആൻഡ് ഡാഷ് കോമ്പൗണ്ട് ഈസ് എ മോളിക്യൂൾ ഓർ അയൺ ദാറ്റ് ക്യാൻ റിയാക്ട് ബോത്ത് ആസ് ആൻ ആസിഡ് ആൻഡ് ആസ് എ ബേസ്. ഒരു ആസിഡായും ഒരു ബേസായും ഒരുപോലെ റിയാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്? നമ്മൾ ആംഫോട്ടറിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഫോട്ടറിസം എന്ന് പറയുന്നത്. ആൻ ആംഫോട്ടറിക് കോമ്പൗണ്ട് ഈസ് എ മോളിക്യൂൾ ഓർ അയൺ ദാറ്റ് ക്യാൻ റിയാക്ട് ബോത്ത് ആസ് ആൻ ആസിഡ് ആൻഡ് ആസ് എ ബേസ്. ഒരു ആസിഡായും ബേസായും എന്ത് ചെയ്യാൻ പറ്റും? അതിന് റിയാക്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡും ലെഡ് ഓക്സൈഡും. 2 നോട്ട് ചെയ്ത് വെക്കുക. അതിന് ബേസ് ചെയ്തും എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആസിഡായും ബേസായും രണ്ടും. ആംഫീബിയൻ നമുക്കറിയാം, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന. അതുപോലെ ആംഫോട്ടറിക് 2 സ്വഭാവം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആംഫോട്ടറിക് എന്ന് വിളിക്കുന്നത്. 270ാമത്തെ ചോദ്യം. ദ 3 പാർട്സ് ഓഫ് എ സീഡ് ആർ. ഒരു സീഡിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം എന്തൊക്കെയാണുള്ളത്. ആദ്യം പുറത്ത് സീഡ് കോട്ട് ഉണ്ട് അല്ലെ, പുറത്തുള്ള ആ ഒരു തൊലി പോലെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എന്താണുള്ളത്? പിന്നെ എൻഡോസ്പേം ഉണ്ട്. എൻഡോസ്പേം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഫ്ലഷി പോലുള്ള പാർട്ടാണ്. പിന്നെ എന്തുണ്ട്? പിന്നെ എംബ്രിയോ ഉണ്ട്. അപ്പോൾ ഒരു വിത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ് കോട്ട് ഉണ്ട്, എംബ്രിയോ ഉണ്ട്, അതുപോലെ എൻഡോസ്പേം അല്ലെങ്കിൽ കോട്ട്ലിഡൻ ഉണ്ട്. ഇതിൽ സീഡ് കോട്ട് എന്താ? ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. കോട്ട്ലിഡൻ അല്ലെങ്കിൽ എൻഡോസ്പേം എന്താ? അതിന് വേണ്ട നൗറിഷ്മെന്റ്സും ഫുഡ് സപ്ലൈ ഒക്കെ ചെയ്യുന്നതാണ്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? എംബ്രിയോന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ഇറ്റ്സ് എ ടൈനി പ്ലാന്റ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പറയാം. അപ്പോൾ ഒരു സീഡിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മാറിപ്പോകരുത്. എൻഡോസ്പേം, എംബ്രിയോ, അതിൻ്റെയും പുറത്ത് എന്തുണ്ട്? ഒരു സീഡ് കോട്ട് കൂടിയുണ്ടെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ വീണ്ടും 5 പഠിച്ചില്ലേ? അപ്പൊ ആർക്കിമിഡീസ് ലോന്റെ ഡെഫിനിഷൻ ഇനി ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ആർക്കിമിഡീസ് ലോ എന്താണെന്ന് മനസ്സിലായി. മനുഷ്യന്റെ ടെസ്റ്റിസിന്റെ എണ്ണം 2. കയ്യിൽ വെച്ചാൽ പോലും ഉരുകുന്ന ലോഹം ഗാലിയം. ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആസിഡിന്റെയും ബേസിന്റെയും രണ്ടിന്റെയും സ്വഭാവം കാണിക്കും. ഒരു സീഡിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് എൻഡോസ്പേമും എംബ്രിയോയും സീഡ് കോട്ടും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 271ാമത്തെ ചോദ്യം. ദ സീഡ് ഓഫ് എ പ്ലാന്റ് കണ്ടെയ്ൻസ് ദ ഫ്യൂച്ചർ പ്ലാന്റ് ഇൻ ദ ഫോം ഓഫ് എ. ഞാൻ അറിയാതെ അവിടെ ആൻസർ മെൻഷൻ ചെയ്തു പോയി, പറയേണ്ടുന്ന കാര്യമില്ല. തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എന്തിന്റെ ഫോമിലാണ് ഉണ്ടാവുക? എംബ്രിയോന്റെ ഫോമിലാണ് ഉണ്ടാവുക. 272 സോൾഡർ ഈസ് ആൻ അലോയി ഓഫ്. ഞാൻ ആക്ച്വലി ആ ചോദ്യം 271ാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് പണിയണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ആൻസർ അറിയാതെ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് പണിയായിട്ട് തന്നെ പോട്ടെ, കാര്യമില്ല. ഞാൻ വഴിയിൽ വേറെ ഒരെണ്ണം തരാം. 272 സോൾഡർ ഈസ് ആൻ അലോയി ഓഫ്. കണ്ട് മതിയായി അല്ലേ?
ലെഡ് ആൻഡ് ടിൻ. പക്ഷെ ഓപ്ഷനിൽ സിമ്പിൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ലെഡിന്റെ സിമ്പിൾ എല്ലാവർക്കും അറിയാം, പ്ലംബം അല്ലെ. പ്ലംബം ഈസ് ഓൾസോ നോൺ ആസ് ലെഡ്. പണ്ട് പ്ലംബിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലെഡാണ്. പിന്നെ അതിന്റെ പോയിസണസ് സ്വഭാവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാറ്റി പിടിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ലെഡ് പ്ലംബം PB വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ടിൻ എന്താണ്, SN ആണെന്നും ഓർക്കുക. 273 SI യൂണിറ്റ് ഓഫ് റിട്ടാർഡേഷൻ ഈസ്. എന്താണ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് മാറില്ല, യൂണിറ്റ് മാറോ ഇല്ല, m/s² ആണ്. ഇപ്പൊ ആക്സിലറേഷൻ നമ്മൾ 10 m/s² എന്നാണ് പറയുന്നതെങ്കിൽ അത്രയും വെച്ച് ഓരോ സെക്കൻഡിലും സ്പീഡ് കൂടുന്നുണ്ട്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ 10 m/s² എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഓരോ സെക്കൻഡിലും 10 മീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ച് സ്പീഡ് കുറയുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, റിട്ടാർഡേഷൻ അർത്ഥമായിട്ട് വരുന്നത്. 274 the tooth enamel made of dash is degraded by acid causing tooth decay. tooth enamel എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കാൽഷ്യം ആണ്. കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അത് ആസിഡ് തട്ടുമ്പോൾ എന്താവും, കേടാവുകയും ടൂത്ത് ഡീക്കേക്കൊക്കെ എന്ത് ഉണ്ടാവും ചെയ്യും, കാരണം ആവുകയും ചെയ്യും. 275 ഡാഷ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. നമുക്കറിയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? അത് ബ്ലഡ് ആണ്. അപ്പൊ വീണ്ടും 5 പഠിച്ചില്ലേ. ഭാവി പ്ലാന്റ് ചെടിയിൽ ഉണ്ടാവുന്ന എംബ്രിയോന്റെ രൂപത്തിലാണ്. സോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡിന്റെയും ടിന്നിന്റെയും അലോയ് ആണ്. ലെഡ് ഈസ് റെപ്രസെന്റഡ് ബൈ PB ആൻഡ് ടിൻ ഈസ് റെപ്രസെന്റഡ് ബൈ SN. റിട്ടാർഡേഷന്റെ യൂണിറ്റ് m/s² ആണ്. ടൂത്ത് ഇനാമൽ ഉണ്ടാക്കിയിരിക്കുന്ന കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്നും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 276 ചോദ്യം. ഡാഷ് ഈസ് ബീങ് യൂസ്ഡ് ഇൻക്രീസിംഗ്ലി ആസ് എ ഫ്യൂവൽ ഇൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വസ്തു ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വേണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇപ്പൊ പല വണ്ടികളും കുറച്ച് കാശ് അധികം ഇറക്കിയിട്ടാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, CNG കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഈ അടുത്തായിട്ട് ചെയ്തു. എനിക്ക് പറഞ്ഞ ഏകദേശം 70,000 റുപ്പീസിന് അടുത്തായി എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ വണ്ടിയിൽ എന്ത് ചെയ്തു, CNG ആയിട്ട്. കാരണം പെട്രോൾ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, സാധാരണക്കാരന് ഇപ്പോൾ മുതലാവുന്നില്ല. അപ്പൊ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഫ്യൂൽ ആയിട്ട് ഓട്ടോസ് വരുന്നുണ്ട്. നമുക്ക് കാണുന്ന പച്ചയും മഞ്ഞയുള്ള ഓട്ടോ എന്താണ്, CNG ആണ്. വെള്ളയും നീലയാണെങ്കിൽ ഇലക്ട്രിക് ആണ്, മറ്റേത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, അറിയുന്നതാണ്. 277 റൈസ് ഇൻ ഷുഗർ ലെവൽസ് ഇൻ ബ്ലഡ് സെൽസ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൽസ് ഓഫ്. ശരീരത്തിലെ ഷുഗറിന്റെ ലെവല്, ഇൻസുലിൻ ഒക്കെ നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്, പാൻക്രിയാസിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ്. അപ്പോൾ പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഷുഗർ ലെവൽ കൂടിയാൽ അറിയുന്ന ശരീരത്തിലെ ഓർഗൻ എന്ന് പറയുന്നത്. 278 വിച്ച് ടിഷ്യൂ മേക്സ് ദ പ്ലാൻ ഹാർഡ് ആൻഡ് സ്റ്റിഫ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. അത് സ്ട്രോങ് ആക്കാനുള്ള സാധനമാണ് ഏതെന്ന് പറയുന്നത്, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഹാർഡ് ആൻഡ് സ്റ്റിഫ് ടിഷ്യൂസിനെ, പ്ലാന്റ് ടിഷ്യൂസിനെ ഹാർഡ് ആൻഡ് സ്റ്റിഫ് ആക്കുന്ന ഏതാണ്, സ്ക്ലീറൻകൈമയാണ്. ഇതിന് താഴെ നമ്മൾ പഠിച്ചത് ഡിവൈഡ് ചെയ്യാത്ത പെർമനന്റ് സെൽസിന് താഴെ സിമ്പിളിന് താഴെ വരുന്നതാണ് പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും. അത് സ്ക്ലീറൻകൈമയുടെ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് സ്റ്റിഫ് ആക്കുക എന്നുള്ളത്. 279 വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് എനേബിൾസ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് ഫോയിൽസ്. മെറ്റാലിക് ഫോയിൽസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ പോലത്തെ ഉണ്ടാക്കാനായിട്ട് മെറ്റലിലെ ഏത് പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റലിലെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ പറയാറുള്ള 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. 3 ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ഏതൊക്കെയാണ്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി. 3 ചോദ്യമായിട്ട് വരാറുണ്ട്. 3 എങ്ങനെ ചോദ്യം വരിക, ആദ്യത്തേത് മെറ്റാലിക് ഫോയിൽ ആക്കാനുള്ളത് ഏതാണ്, തല്ലി പരത്താനുള്ളത്, അടിച്ചു പരത്താനുള്ളത് ഏതാണ്, അത് മാലിയബിലിറ്റി ആണ്. ഇനി വലിച്ചു നീട്ടാൻ, നേർത്ത കമ്പികളാക്കിയിട്ട് എന്താ പറയുക, വലിച്ചു നീട്ടാനായിട്ട് പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഇതെന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി പാത്രം തട്ടുമ്പോഴും മുട്ടുമ്പോഴും വരുന്ന ക്ലിങ് സൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത് സൊണോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 3 ചോദിക്കാറുണ്ട് കേട്ടോ. 3 പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡിക്ക് ഇത് 3 ചോദ്യം വന്നിട്ടുണ്ട്. അടിച്ചു പരത്തുന്നതിനെ മെറ്റാലിക് ഫോയിൽസ് ആക്കുന്നതിനെ മാലിയബിലിറ്റി എന്നും, കമ്പിയായിട്ട് വലിച്ചു നീട്ടുന്നതിനെ നമ്മൾ ഡക്റ്റിലിറ്റി എന്നും, സൗണ്ട് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് സൊണോറിറ്റി എന്നും പറയുന്നു. അടുത്ത ചോദ്യം 280 ചോദ്യം. When a card placed over a tumbler is flicked with finger, the coin placed over it falls in the tumbler due to. നമ്മൾ കാർഡിന് മേലെ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്, ഒരു പാത്രം. അതിൽ നമ്മളൊരു പാത്രമായിട്ട് ഇമാജിൻ ചെയ്യുക. അതിന് മേലെ നമ്മളൊരു കാർഡ് വെച്ചിട്ടുണ്ട്. ഈ കാർഡിന് മേലെ നമ്മളൊരു കോയിൻ വെച്ചിട്ടുണ്ട്. ഈ കാർഡ് നമ്മൾ പെട്ടെന്ന് പുറകിലോട്ട് വലിക്കുമ്പോൾ ഈ കോയിൻ എന്ത് ചെയ്യും, ഇതിന് താഴോട്ട് വിടും. അതിന് റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിൻ്റെ ഒപ്പം കോയിൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ, വരുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ? അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഇനേർഷ്യ ആണ്. ഇനേർഷ്യ കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടാകുന്നത് ജഡത്വം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജഡത്വമാണ് ഇനേർഷ്യ. ഒരു വസ്തുവിന് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസിൽ കൂടുതൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഷുഗർ ലെവൽസ് ബ്ലഡിൽ കൂടി കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. പ്ലാന്റിന് ഹാർഡ് ആൻഡ് സ്റ്റിഫ്നെസ് കൊടുക്കുന്ന ടിഷ്യൂസ് ആണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. അടിച്ചു വരുത്താനുള്ള മെറ്റൽസിന്റെ കഴിവിനെ നമ്മൾ മാലിയബിലിറ്റി എന്നും, വലിച്ചു നീട്ടാനുള്ളതിനെ ഡക്റ്റിലിറ്റി എന്നും, സൗണ്ട് വരുന്നതിന് നമ്മൾ സോണോറിറ്റി എന്നും പറയുന്നു. ഒരു കാർഡ് പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ അതിന് മേലെ വെച്ചിട്ടുള്ള കോയിൻ ഗ്ലാസ്സിലോട്ട് വീഴുന്നതിന് എന്നുള്ള റീസൺ എന്താണ്, ഇനേർഷ്യ ആണ് അല്ലെ. പെട്ടെന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ മുന്നോട്ടായുന്നതും അല്ലെ, എല്ലാം അതിനുള്ള റീസൺ എല്ലാം എന്ത് തന്നെയാണ്, ഇനേർഷ്യ തന്നെയാണ്.
അടുത്തത് ലാസ്റ്റ് 2 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളോടുകൂടി RRB ഗ്രൂപ്പ് ഡി കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിയുകയാണ്. ഇനി അടുത്ത ക്ലാസ് മുതൽ ബാക്കിയുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തീർത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാമോ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സയൻസിലെ അവസാനത്തെ 2 ചോദ്യങ്ങളിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഫിഷസ് ഹാവ് എ ഡാഷ് ചേംബേർഡ് ഹാർട്ട്. ഒരു മീനിന് എത്ര അറകളാണ് ഹൃദയത്തിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 അറകളാണ് പാവം മീനിന് എന്തുള്ളത് ഹൃദയത്തിലുള്ളത്. അതുപോലെ 282 വെയിറ്റ് ഓഫ് എ ബോഡീസ് മാക്സിമം അറ്റ് ദ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ജി മാക്സിമം ആവുന്നത് എവിടെ പോകുമ്പോഴാണ്? പോളുകളിലാണ് അല്ലെ, പോളുകളിൽ ധ്രുവങ്ങളിലായിരിക്കും ജി എന്തുണ്ടാവുക? മാക്സിമം ഉണ്ടാവുക. മിനിമം വരുന്നത് എവിടെയാണ്? ഇക്വേറ്ററിലാണ് എന്തുണ്ടാവുക? ജി മിനിമം ഉണ്ടാവുക. സോ വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് നമുക്ക് എവിടെയായിരിക്കും ഫീൽ ചെയ്യുക? പോളുകളിലായിരിക്കും ഫീൽ ചെയ്യുക. ഏറ്റവും മിനിമം ഫീൽ ചെയ്യുന്ന എവിടെയാണ്? ഇക്വേറ്ററിലായിരിക്കും. സോ വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് മാക്സിമം അറ്റ് ദ പോൾസ്, അല്ലെങ്കിൽ എന്താണ് ധ്രുവങ്ങളിലാണെന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങളും കമ്പൈൻ ചെയ്ത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത സയൻസ് ചോദ്യങ്ങളും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന GK ചോദ്യങ്ങളും എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് കമന്റിൽ ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്തോളൂ? ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക. ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഡെമോ ക്ലാസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക? കോഴ്സ് എടുത്ത് പഠിക്കുക. എല്ലാത്തിനും നമ്മൾ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ സംശയങ്ങളോ സജഷൻസോ വന്നിട്ടുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ദയവേത് താഴെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? താഴെ അറിയിക്കുക. തീർച്ചയായും ഞാൻ എന്ത് ചെയ്യുന്നത് തന്നെയാണ്? റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.